CPM നേതാക്കളുടെ വൻ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദിന്റെ ശബ്ദസന്ദേശം പുറത്തുവന്നതോടെ വെട്ടിലായി നേതാക്കൾ. ആയുധം വീണ്ടുകിട്ടിയ ആവേശത്തിൽ കോൺഗ്രസും BJPയും CPMനെതിരെ ആക്രമണം ശക്തമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പ് വെളിപ്പാടകലെ നിൽക്കുമ്പോഴാണ് ഇടുത്തിയായി CPMന് അപ്രതീക്ഷിത ആഘാതമേറ്റത്. ജില്ലയിൽ പാർട്ടിയെ വൻ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട കരുവന്നൂർ കുരി കഴിയും മുൻപാണ് ആ കെട്ട് ഒന്നുകൂടി മുറുക്കി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത്. 5 വർഷം മുൻപ് നടന്ന സംഭാഷണത്തിലെ ശബ്ദം തന്റേത് തന്നെയെന്ന് ശരത് പ്രസാദ് സമ്മതിച്ചതോടെ പ്രതിരോധത്തിന് മറ്റു വഴികൾ തേടേണ്ട അവസ്ഥയിലാണ് CPM. നടത്തറ മേഖലയിൽ അടുത്തിടെയുണ്ടായ ചില പ്രശ്നങ്ങളുടെ ഭാഗമായാണ് ശബ്ദ സന്ദേശം പുറത്തുവന്നതെന്ന് നേതൃത്വം സംശയിക്കുന്നു. നടത്തറയിൽ നിന്നുള്ള നിബിൻ ശ്രീനിവാസനുമായി ശരത് പ്രസാദ് സംസാരിക്കുന്നതാണ് ശബ്ദശകലം. നിബിനെതിരെ CPM നടപടിയെടുത്തു കഴിഞ്ഞു. എന്നാൽ ആ തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് പാർട്ടിക്കേറ്റ മുറിവുണങ്ങുമെന്ന് തോന്നുന്നില്ല. ജില്ലയിലെ CPMന്റെ മുഖമായ നിർണായക സ്വാധീനമുള്ള നേതാക്കളാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. MK കണ്ണനെക്കുറിച്ച് രാഷ്ട്രീയ എതിരാളികൾ പ്രചരിപ്പിക്കുന്ന ആക്ഷേപമാണ് ഒരു പാർട്ടി കേഡർ സ്വകാര്യ സംഭാഷണത്തിലായാലും പരാമർശിച്ചിരിക്കുന്നത്. സംസ്ഥാന നേതൃനിരയിലുള്ള AC മൊയ്തീൻ, കോർപ്പറേഷൻ ഭരണം നിയന്ത്രിക്കുന്ന വർഗീസ് കണ്ടംകുളത്തി, അനൂപ് ഡേവിസ് കാട തുടങ്ങിയവരുടെ സാമ്പത്തിക ഇടപാടുകളെയും ശരത് പ്രസാദ് സംശയ നിഴലിലാക്കി. ഇവരെല്ലാം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് EDയുടെ റഡാറിലുള്ള നേതാക്കളാണ്. ജില്ലയിൽ വിഭാഗീയതയ്ക്ക് അന്ത്യം കുറിച്ചു എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും പലരും പാർട്ടിയുടെ അരമന രഹസ്യങ്ങൾ പലതും അങ്ങാടിപ്പാട്ടാക്കുന്നതിന്റെ അസ്വസ്ഥതയിലാണ് നേതാക്കൾ. ന്യൂസ് ഡെസ്ക് TCV.